എന്നിലെ സാഹിത്യകാരി. സാഹിത്യകാരി അങ്ങനെ ഒരു പേരുദോഷം എന്നെ ഏതാണ്ട് 2 വർഷക്കാലം വിടാതെ പിടികൂടിയിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മലയാളം രചന എഴുതിക്കൊണ്ടുവരാനായി വീട്ടിൽ തന്നുവിടുമായിരുന്നു. ഒരിക്കൽ കിട്ടിയത് വീടും പരിസരവും എന്ന വിഷയമായിരുന്നു. അന്ന് മലയാളം സാർ പ്രത്യേകം പറഞ്ഞു, നിങ്ങളിലെ സാഹിത്യഭാവന ഉണർത്തുന്ന രീതിയിലുള്ള രചനകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീട്ടിൽ ചെന്നിരുന്ന് തലങ്ങും വിലങ്ങും ചിന്തിച്ചിട്ടും സാഹിത്യത്തിന്റെ സാ പോലും എനിക്ക് വരുന്നില്ല. വിഷമസന്ധിയിലായ എന്നെ സഹായിക്കാൻ അമ്മ എത്തി. നേരം പരപരാ വെളുക്കുമ്പോൾ മൊട്ടക്കുന്നുകൾ തുടങ്ങി സാഹിത്യത്തിലേക്ക് പിച്ച വയ്ക്കുന്ന 1-2 വാക്കുകൾ പറഞ്ഞു തന്നു. അത് അവിടെയും ഇവിടെയും പ്രയോഗിച്ച് ഒരു വിധത്തിൽ ആ രചന പൂർത്തിയാക്കി. ക്ലാസ്സിൽ ഒരാൾക്കെങ്കിലും സാഹിത്യഭാവന ഉണ്ടല്ലോ എന്ന സന്തോഷം സാറിൽ പ്രകടമായിരുന്നു. അധികം താമസിയാതെ അടുത്ത രചനയും എത്തി. പ്രകൃതി ഭംഗിയായിരുന്നു അന്നത്തെ വിഷയം. സാഹിത്യകാരന്മാർക്ക് പായ വിരിച്ചു കിടന്ന് എഴുതാൻ പറ്റിയ വിഷയം. ഇത്തവണ എന്റെ കാര്യം വളരെ കഷ്ടത്തിലായി. സാറിനും ബാക്കിയുള്ളവർക്കും വെറുതെ പ്രതീക്ഷ കൊടുക്കുകയും ചെയ്തു. പുതുതായി എഴുതാൻ ഒന്നും അറിയില്ല താനും. തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്ന എന്റെ മുമ്പിൽ അമ്മ കൊണ്ടുവന്നിട്ട സാധനം അന്നേ വരെ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. വെള്ളി പാദസ്വരങ്ങളുടെ കിലുക്കത്തോടെ പതഞ്ഞൊഴുകുന്ന തോടുകൾ. ഒരു 6ാം ക്ലാസ് സാഹിത്യകാരിക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? അതോടുകൂടി ക്ലാസ്സിലെ ആസ്ഥാന സാഹിത്യകാരിയായി ഞാൻ അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ 1-2 വർഷക്കാലം എന്നെ പിടികൂടിയിരുന്ന സാഹിത്യകാരി പിന്നീട് അങ്ങോട്ട് അധിക വളർച്ച പ്രാപിക്കാതെ മുരടിച്ചുപോയി. കാരണം എന്റെ സാഹിത്യഭാവനയുടെ യഥാർത്ഥ ഉറവിടം ഞാനല്ലല്ലോ.